നാസ് മ്യൂസിക് മൊമെൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്നേഹസ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നെത്തിക്കുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അകക്കണ്ണിൻ്റെ ഉൾക്കാഴ്ച കൊണ്ട് തൻ്റെ ഉള്ളിലെ അന്ധകാരം സംഗീതത്തിൻ്റെ ലോകമാക്കി മാറ്റിയ ഒരു അനശ്വര പ്രതിഭയാണ്, അസാധ്യ ഗായികയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്ത കിണവക്കൽ എന്ന സ്ഥലത്ത് താമസിക്കുന്ന സഫ്വാന എന്ന പെൺകുട്ടി. സംഗീതത്തോടൊപ്പം പഠനത്തിലും മികച്ച നിലവാരം പുലർത്തിക്കൊണ്ട് ആണ് സഫ്വാന നമ്മുടെ മുന്നിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമുക്ക് സഫ്വാനയെ സ്വാഗതം ചെയ്യാം. അതിനു മുന്നേ ഈ ഒരു ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് അറിയാം, എന്നാലും വീണ്ടും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്ക് നേരെ സഫ്വാനയുടെ പാട്ടിലേക്കും വിശേഷങ്ങളിലേക്കും കടക്കാം. ഈ ഒരു വീഡിയോ 2 ഭാഗങ്ങളിലായിട്ടാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ആദ്യ ഭാഗമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു. സഫ്വാന, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാഹ്. പിന്നെ ഞാൻ പറഞ്ഞ ആളാണ് ഇരിക്കുന്ന ഈ സഫ്വാന. ഹായ്, ഹലോ എവരിബഡി, എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഒരു അസാധ്യ ഗായികയാണ്. സഫയുടെ പാട്ടുകൾ നമുക്ക് കേൾക്കാം. അതിന് മുന്നേ സഫയുടെ കുറച്ച് വിശേഷങ്ങൾ നമുക്കറിയാം. ചെറിയൊരു വീട്ടുവിശേഷം, എന്തൊക്കെയാണ്, ആരൊക്കെയാണ് വീട്ടിലത്, എന്തൊക്കെയാണ് അതൊന്നും പറയാം. എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ, വാപ്പ, 3 അനുജന്മാര്, പിന്നെ ഞാൻ, സന്തുഷ്ട കുടുംബം. പിന്നെ വല്ലപ്പോഴൊക്കെ എൻ്റെ ഉമ്മയുടെ ഉമ്മ വരാറുണ്ട്. അപ്പൊ അതൊക്കെ തന്നെയാണ് നമുക്ക് ഒരു സന്തോഷം മാത്രം, അത്ര തന്നെ ഇപ്പൊ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. അപ്പം പിന്നെ പഠിച്ചത് എവിടെയാണ്, എങ്ങനെയാണ് പഠിച്ചത്? ഞാൻ 1 മുതൽ 4 വരെ എൻ്റെ ഉമ്മയുടെ വീട് പാനൂരാണ്. അതായത് വടക്കോട്ട്, നമ്മുടെ കണ്ണൂരിന്ന് വടക്കോട്ട് പാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ അവിടെ കണ്ണംവല്ലി LP സ്കൂൾ, അവിടെയാണ് ഞാൻ 1 മുതൽ 4 വരെ പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് 5ാം ക്ലാസ് വെസ്റ്റ് UP പാനൂർ തന്നെ. പിന്നെ ഇവിടെ കൂത്തുപറമ്പില് കിണവക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് സെറ്റിൽഡായി. പിന്നെ 6, 7 മാങ്ങാട്ടിടം UP സ്കൂൾ. അത് കഴിഞ്ഞ് 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പാതിരിയാട്, KRHS പാതിരിയാട്. പിന്നെ +1 and +2 കോട്ടയം മലബാർ GHSS. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ നോർമൽ ആയിട്ടുള്ള ആളുകളുടെ കൂടെയാണ്, അതായത് സൈറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ കൂടെയാണ് ജീവിച്ചത്. അപ്പോൾ എനിക്ക് തന്നെ ഒരു മാറ്റം വേണം തോന്നി. നമ്മൾ സ്വന്തമായിട്ട് എങ്ങനെയാണ് ജീവിക്കുന്നത്, ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾ സ്വയമേ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ പിന്നെ കാണണമെന്നും, അതായത് അറിയണമെന്നും അനുഭവിക്കണമെന്നൊക്കെ തോന്നി. അപ്പം അങ്ങനെ ട്രിവാൻഡ്രത്ത് പഠിക്കാൻ പോയി. അവിടെ കമ്പ്യൂട്ടർ കോഴ്സ്, ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ പഠിച്ചു. കുറച്ചു കാലം അവിടെയായിരുന്നു. അങ്ങനെയാണ് പഠിത്തത്തിന്റെ കാര്യം. അപ്പം ജോലിക്ക് ട്രൈ ചെയ്തില്ല? തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇനി ഭാഗ്യം പോലെയാണ്. അതൊക്കെ നല്ല ജോലി കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്. പാട്ട് പഠിച്ചിട്ടുണ്ട്? അപ്പൊ പാട്ടിലേക്കാണ് നമ്മൾ പാട്ട് പഠിച്ചിട്ടുണ്ട്. ഞാൻ 6 വർഷം സംഗീതം പഠിച്ചിട്ടുണ്ട്. എവിടെയായിരുന്നു പഠിച്ചത്? അത് പാനൂർ ത്യാഗരാജ മ്യൂസിക് കോളേജില് ഒരു 3 വർഷം പോയി. പിന്നെ അഞ്ജലി സംഗീത നൃത്ത ചിത്രകലാ വിദ്യാലയത്തില് ഒരു 3 വർഷം പോയി. പാനൂർ തന്നെയാണ്. സത്യം പറഞ്ഞാല് നമുക്ക് സഫയുടെ സംസാരം കേട്ടപ്പോ തോന്നും ഇവള് കോട്ടയത്തോ അല്ല ഇവിടെ തിരുവനന്തപുരത്തോ ആ ഒരു സ്റ്റൈൽ. അതെങ്ങനെ ഒരു കണ്ണൂരുകാരുടെ ഒരു സ്റ്റൈലിന് മാറി നമ്മുടെ ഒരു എന്താ പറയാ, ആ ഒരു സ്റ്റൈൽ സംസാരത്തിൽ എനിക്ക് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. പാട്ട് പോലെ തന്നെ സഫയുടെ സംസാരം കേൾക്കുമ്പോൾ ഞാൻ കോട്ടയത്തോ അങ്ങനെ ഇവിടുന്ന് നല്ല അച്ചടി ഭാഷയാണ് സംസാരിക്കുന്നത്. എല്ലാരും പറയാറുണ്ട്, എല്ലാരും ചോദിക്കാറുണ്ട്. അത് വേറൊന്നും കണ്ടല്ല, എന്റെ ടീച്ചറാണ് അതിന് കാരണക്കാരി എന്ന് ഞാൻ തീർത്തും പറയും. കാരണം ഞാൻ ഒരിക്കലും സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, 1ാം ക്ലാസ്സോ അങ്ങനെ 2ാം ക്ലാസ്സോ മറ്റോ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ സ്കൂളിൽ ലീവായി, എന്തോ പനിയോ മറ്റോ കാരണത്തിൽ സ്കൂൾ ലീവായപ്പോ കുറെ ദിവസം ലീവ് ആവേണ്ടി വന്നു. അപ്പോ എൻ്റെ അടുത്ത് ടീച്ചർ ചോദിച്ചു എന്താ വരാതിരുന്നത് ചോദിച്ചു. എല്ലാം കഴിഞ്ഞ് വന്നപ്പോ എന്താ വരാതിരുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ടീച്ചർ എനിക്ക് കുരയും പനിയായി. അപ്പൊ ഇത് ടീച്ചർ എന്നെ നല്ല രീതിയിൽ എന്റെ ചെവിക്ക് പിടിച്ച് തിരിച്ചിട്ട് പറഞ്ഞു, ഇനി മേലില് കുരയും പനിയും എന്ന് പറയുന്നത് ഞാൻ കേൾക്കരുത്, ചുമയും പനിയും തന്നെ പറയണം. ടീച്ചറുടെ പേര് പുഷ്പലത എന്നാണ് കേട്ടോ. ലത ടീച്ചർ എന്നാണ് വിളിക്കുക, പുഷ്പലത. തീർച്ചയായിട്ടും ലത ടീച്ചർക്ക് ഹായ് അല്ല, ലത ടീച്ചർക്ക് എന്റെ എന്താ പറയണ്ടെന്ന് അറിയില്ല എനിക്ക്. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കാം അവിടെ. അപ്പൊ ഞാൻ പലപ്പോഴും നോട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്തായാലും നമുക്ക് സംസാരം ഇങ്ങനെ തുടരുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഒരു പാട്ട് കേൾക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും. സഫാനയുടെ പാട്ട് കേൾക്കണം എന്നുണ്ടാവും. കാരണം
അത്രയും നല്ലൊരു ഗായികയാണ്. അപ്പോൾ ആ ഒരു നല്ലൊരു ശബ്ദത്തിൽ സഫാനയുടെ ഒരു പാട്ട് ഒരു 4 വരി കേട്ടതിന് ശേഷം നമുക്ക് വീണ്ടും സംസാരത്തിലേക്ക് പോകാം. ഇഷ്ടമുള്ള ഒരു പാട്ട് പഠിക്കും. ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടോ തോഴൻ. ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടോ എന്റെ ആത്മരാഗം കേട്ടു നിന്നു വരുമെന്നൊരു കുറിമാനം തന്നു നാഥൻ വരുമോ പറയൂ രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ. അപ്പൊ അതുപോലെ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നത് അല്ലേ? അതെ ചെയ്തിട്ടുണ്ട്. 3 വയസ്സ് മുതൽ ഞാൻ സ്റ്റേജസ് ചെയ്യാറുണ്ട്. 3 വയസ്സ് മുതൽ പാടാറ്. പാടാറുണ്ട്. ഓ വെരി ഗുഡ്. അപ്പൊ എന്താ പറയാ, പ്രശസ്തരായ ആൾക്കാരുടെ കൂടിയോ അങ്ങനെ ഏതെങ്കിലും പിന്നണി ഗായകരുടെ കൂടിയോ? മാപ്പിളപ്പാട്ടിലെ പ്രഗത്ഭരായിട്ടുള്ള ഒത്തിരി ആളുകളുടെ കൂടെ പാടിയിട്ടുണ്ട്. എനിക്കതിൽ ഏറ്റവും ഒരുപാട് പേരുടെ കൂടെ പാടിയിട്ടുണ്ട്. ഷാഫിക്ക, ഷെരീഫിക്ക, കണ്ണൂർ ഷെരീഫിക്ക, കൊല്ലം ഷാഫിക്ക, അതുപോലെ തൻസീർ കൂത്തുപറമ്പ, പിന്നെ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒത്തിരി പേരുടെ കൂടെ പാടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭാഗ്യം എന്ന് പറയുന്നത് അത് പടച്ചവൻ തന്നൊരു വരമായിട്ടാണ് ഞാൻ കണക്കാക്കി. എരിഞ്ഞോളി മൂസക്കാരോടെ രണ്ട് തവണ അദ്ദേഹം എനിക്ക് ഞാൻ ഒരു സ്റ്റേജിൽ തലശ്ശേരിയില് നമ്മളെ പട്ടുറുമാൽ റിയാലിറ്റി ഷോ ഫെയിംസ് ഒക്കെ വന്ന സമയത്ത് ഞാൻ ഉമ്മാന്റെ കാലടി പാടിൽ എന്നുള്ള സോങ് പാടിയപ്പോ അദ്ദേഹം എനിക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇന്നും മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയാണ്. അതല്ലേ, അല്ല മൂസക്കാന്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൂരിലെ കേരള മലയാളികൾ ഉള്ളിടത്തോളം പ്രവാസികൾക്ക് ഒട്ടേറെ ഇഷ്ടപ്പെട്ട ഒരു ഗായകനാണ് നമ്മുടെ എരിഞ്ഞോളി മൂസക്കാൻ. അതുപോലെ എനിക്കും മൂസക്കാന്റെ കൂടെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ പറ്റിയില്ല. അനുഗ്രഹിച്ചിന്റെ ഗാനാണ്. അപ്പൊ ഒരു മാപ്പിളപ്പാട്ടിന്റെ 2 വരി മാപ്പിളപ്പാട്ട് പറഞ്ഞപ്പോ ഒരു 2 വരി പാടാം. ഞാൻ ആ ഒരു പാട്ട് തന്നെ പാടാം. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ആ പാട്ട്. താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ, താരാട്ടാനും മഴ പോലെ വേറൊരു കൂട്ടുണ്ടോ, ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, സ്നേഹത്താവാണ് ഉമ്മ സഹനക്കടലാണ്, സ്നേഹത്താവാണ് ഉമ്മ സഹനക്കടലാണ്, ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം ഓർത്തോളി, പുതിമതിയാം മുത്ത് മുഹമ്മദിൻ തൂമൊഴിയുള്ളിൽ ഉറച്ചോളി. വെരി ഗുഡ്. നന്നായിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. ഒരു ശബ്ദ സാമ്യം ആ പാട്ടിന് നല്ലോണം ചേരുന്നുണ്ട്. അപ്പൊ അതുപോലെ പിന്നെ ഈ ആൽബങ്ങളോ സീരിയലുകളോ സിനിമകളോ അങ്ങനെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഒരു അവസരങ്ങൾ ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്? മാപ്പിള ആൽബം ചെയ്തിട്ടുണ്ട്. കൊല്ലം ഷാഫിക്കാടോടെ പെരുന്നാൾ കിളി ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം തുടങ്ങിയത് നിസാർ വയനാട് അതുപോലെ നിസാം തളിപ്പറമ്പ് ഇവരുടെയൊക്കെ കൂടെ സ്നേഹപൂർവ്വം നാട്ടുകാരിക്ക് എന്നൊരു ആൽബം ഞാൻ ആദ്യം അതിൽ 4 വരി പാടിയിട്ടായിരുന്നു എന്റെ തുടക്കം. അന്ന് എനിക്ക് 7 വയസ്സോ 6 വയസ്സോ മറ്റായിരുന്നു. പിന്നെ നിനച്ചിരിക്കാതെ മറ്റൊരു സോങ് ആയിരുന്നു. അപ്പൊ അതിൽ തുടങ്ങി പിന്നെ കുറെ ആൽബം സോങ്സ് പെരുന്നാൾ ആ പാട്ട് എന്തോ 2 വരിയോ മറ്റോ ഓർമ്മയുണ്ട്. എന്റെ പോർഷൻസ് എനിക്ക് അത്ര ഓർമ്മയില്ല. നിസാർക്കയുടെ പോർഷൻസ് പൂപ്പറിക്കാൻ പോരുമോ പോരുമോ അതിരാവിലെ, പൂങ്കുയിലിൻ പാട്ട് കേൾക്കാൻ കൂടുമോ കൂടുമോ അതിരാവിലെ, സുന്ദരി പെണ്ണാളെ കണ്ണാളെ ചെമ്പകപ്പൂ പോലെ, സുന്ദരി പെണ്ണാളെ കണ്ണാളെ ചെമ്പകപ്പൂ പോലെ ചേലാണെ പൂപ്പറിക്കാൻ
പറിക്കാൻ പോരുമോ പോരുമോ ആദിരാവിലെ പൂങ്കുയിലിൻ പാട്ട് കേൾക്കാൻ കൂടുമോ കൂടുമോ ആദിരാവിലെ. ഓ അടിപൊളി ഒരു പാട്ട്. ഞാൻ ഈ പാട്ട് കേട്ടിട്ടുണ്ടെന്നല്ല ചെറിയൊരു ഓർമ്മയുണ്ട്. ആണോ? ഞാൻ കേട്ടു. അതിലെ ചെറിയൊരു കുട്ടി പാടുന്ന പോഷൻ ഞാൻ പാടിയതാ. ആണല്ലേ? ഏതായാലും സന്തോഷമുണ്ട്. സന്തോഷം.